എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയ പ്രകാശൻ വീണ്ടും കല്യാണിയോട് ആ ക്രൂരത ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കല്യാണിയുടെയും കിരണിന്റെയും പ്രകാശിന്റെയും ഒക്കെ ജീവിതത്തിലേക്ക് ആ പുതിയ അതിഥി കടന്നു വരുന്നത്. പ്രകാശൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാള് കല്യാണിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുവാണ്. അതിന്റെ വിശേഷങ്ങളും രാഹുലിനെ വീണ്ടും ശാരി പഞ്ഞിക്കിടുന്നുണ്ട്. ശാരിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തെ കാര്യമാണ്. ഇനിയിപ്പൊ നമ്മൾ ഓരോ ദിവസം കാണാൻ പോകുന്ന രാഹുലിനെ കൊല്ലാക്കൊല്ല ചെയ്യുവാണ്. അതിന്റെ വിശേഷങ്ങൾ അതിന് ശാരിയോടൊപ്പം ഇനി കൂട്ടു നിൽക്കാൻ പോകുന്ന കിരണും കല്യാണിയൊക്കെയാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു അങ്ങനെ ശാരി രാഹുലിന്റെ തലയൊക്കെ തല്ലി പൊളിക്കുവാണ്. ആകെപ്പാടെ ഇതെല്ലാം കണ്ട് സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി സരയു വീട്ടിലേക്ക് വരുവാണ്. പക്ഷെ സരയു ഈ സമയത്ത് മനോഹറിനെ വിളിക്കുന്നുണ്ട്. മനോഹറിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മനുവേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക, ഒരാവശ്യത്തിന് വിളിച്ചാൽ പോലും കിട്ടത്തില്ല എന്നോർത്ത് സരയു വീട്ടിലേക്ക് വരിക. ഈ സമയത്ത് മനോഹറിന്റെ നിഷയുടെ വീട്ടിലാ. അവിടെ പോയി നിഷയുടെ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് വീരവാദങ്ങളൊക്കെ മുഴക്കൊണ്ടിരിക്കുക. അങ്ങനെ നിഷയോട് പറഞ്ഞു, എന്നാ ശരി ഞാൻ ഇനി അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയാം. അധികം വൈകാതെ തന്നെ നമുക്ക് കല്യാണം നടത്തണമെന്ന് പറയാം. നിഷയുടെ അമ്മ പറഞ്ഞു, ഒരു കുഴപ്പമില്ല മോനെ, എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. മോന്റെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോ പറഞ്ഞാൽ മതി. അവരെയും കൂട്ടി ഇങ്ങോട്ട് ഒരു ദിവസം വരണം, ഞങ്ങൾക്കും കാണണ്ടേന്ന് പറയാം. അതിനെന്താ അമ്മേ, കൊണ്ടുവരാന്ന് പറയാം. പിന്നീട് മനോഹർ അവിടെ നിറങ്ങുക. ഈ സമയത്ത് നിഷയുടെ അമ്മ പറഞ്ഞു, ഇതുപോലൊരു ഒരു മാരുമാനെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം. പിന്നീട് നിഷയുടെ അച്ഛനോട് പറയാം, ഒരുത്തി ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ അവൾ ഈ മര്യാദയ്ക്ക് വീട്ടിൽ നിൽക്കുമായിരുന്നു. ഇതുപോലെ നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടില്ലായിരുന്നു, അവൾക്ക് പറഞ്ഞിട്ടില്ല, അവളുടെ അഹങ്കാരം. എന്റെ മോൾ അങ്ങനെയൊന്നുമല്ല. എന്റെ മോൾ ഇവിടെ എല്ലാവരും അനുസരിച്ച് നമ്മളെ അനുസരിച്ച് നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു നല്ല ബന്ധം കിട്ടിയത്. ഇനിയിപ്പം മൂത്തവളെ കുറിച്ച് ഓർത്ത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഈ വിവാഹം മുടങ്ങി പോവാന്ന്. ഭാഗ്യം ഇനി വരാൻ പോകുന്ന മരുമോൻ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ മോൾക്ക് ഇനി ഒരു ദോഷങ്ങളും ഉണ്ടാവില്ലെന്ന് പറയാം. ഈ സമയത്ത് നിഷയുടെ അച്ഛൻ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു, അത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിഷയുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതി വെക്കണം. നമ്മളിനിയിപ്പോ എത്ര കാലം എന്ന് വെച്ചാൽ ഇരിക്കുന്നത്. അതിന് നിഷയുടെ അച്ഛൻ മറുപടി പറഞ്ഞില്ല. പിന്നീട് ഇതേ തന്നെ കുത്തി കുത്തി പറഞ്ഞപ്പം പറഞ്ഞു, അല്ല അവക്കും കൊടുക്കണ്ടേ, മേഘനയ്ക്കും ഇത് വീതം കൊടുക്കണ്ടേ, അവൾ ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ അവൾ എന്റെ മകളല്ലാതായിരിക്കുന്നില്ലോ എന്ന് പറയാം. നിങ്ങൾ ഇനി അവൾക്ക് കൊടുക്കാനായിട്ടായിരുന്നോ? ഏതോ ഒരുത്തന്റെ ഒരു കുഞ്ഞിനെ വയറ്റി പേറി നമ്മൾക്ക് നാണക്കേടുണ്ടാക്കി പോയവൾക്ക് ഇനി സ്വത്ത് കൊടുക്കാനായിട്ട് നല്ല കഥയായി പോയി. ഒരു തരി പോലും കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് നിഷയുടെ അച്ഛനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് ശരിയല്ല, രണ്ട് മക്കളുണ്ട്, അവൾ ഇറങ്ങിപ്പോയെന്നോർത്തോണ്ട് അവൾക്കുള്ള വീതം അവൾക്ക് ഇല്ലാതാവുന്നില്ല. അങ്ങനെയൊക്കെ മനസ്സിൽ കരുതിയിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മനോഹർ ഫോൺ ഓണാക്കുക. ഓണായി കഴിയുമ്പോൾ കുറെ മെസ്സേജസ് കയറി വരിക. സരയെ വിളിച്ചെന്റെ, ഇവൾ എന്തിനാ പോലും ഇത്രയും സമയം വിളിച്ചിരിക്കുന്നത്, എന്താ കാര്യം, ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ സരയുനെ വിളിക്കുക. സരയനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മോള് എന്താ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുക. മനുവേട്ടൻ്റെ എവിടെ പോയി കിടക്കുക, എന്താ, ഞാൻ എത്രയോ വട്ടം വിളിച്ചു. അതുപോലെ ഞാൻ ഇമ്പോർട്ടന്റ് മീറ്റിംഗിലായിരുന്നു, മോൾക്കറിയാലോ എന്റെ തിരക്ക് എന്താന്ന്. മീറ്റിംഗ് ഒക്കെ ശരി തന്നെ, ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ. അല്ല ആ സമയത്ത് ഡിസ്റ്റർബൻസ് ആവില്ലെന്ന് കരുതിയ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ. എന്താ കാര്യം, എന്റെ മനുവേട്ട ഇവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളാ, കാര്യം എന്താ? അതെ, അമ്മ അച്ഛനെ തല തല്ലി പൊളിച്ചെന്ന് പറയാ. തല തല്ലി പൊളിക്കുവോ? എന്തിന്? അതൊന്നും അറിയത്തില്ല, ഇപ്പൊ ഹോസ്പിറ്റലാ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാന്ന് പറയണം. ശരി ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏത് ഹോസ്പിറ്റലാ, ഞാൻ പോയിട്ട് വരാന്ന് പറയാം. ശരിയെന്ന് പറയണം. പിന്നീട് മനോഹർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ രാഹുലിന്റെ അടുത്ത് ശാരി ഉണ്ടായിരുന്നു. ഈ കിടപ്പ് കണ്ടതും ഓടിച്ചെന്ന് ശാരി ഓടിച്ച്, എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. രാഹുൽ പറഞ്ഞു, എന്ത് പറ്റാൻ, ഞാൻ കിടക്കുന്നേ കണ്ടില്ലേ, എന്റെ തല ഇവിടെ തല്ലിപ്പൊളിച്ചെന്ന് പറയാം. അല്ലമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? എന്റെ മോനെ, ഇയാളുണ്ടല്ലോ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ വന്നു, പിന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഈ ശാരി വെറുതെ അനാവശ്യം പറയില്ല കേട്ടോ എന്ന് പറയാം. ഈ സമയം ശാരി പറഞ്ഞു, ഉള്ളതാ മോനെ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛന്റെ തലയ്ക്ക് സുഖമില്ലാന്ന്, പറഞ്ഞിട്ടായാലും വിശ്വസിച്ച, ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയുടെ തല തല്ലി പൊളിച്ചില്ലേ. ഇത് ഇങ്ങനെ പോയിട്ടുണ്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ ഇനിയും കൊണ്ടുപോയി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് കൊടുക്കേണ്ട വരുമെന്ന് തോന്നുന്നത്. പെട്ടെന്ന് രാഹുൽ ഷോക്ക് കൊടുക്കണം, എന്റെ അച്ഛനും കൊണ്ട് കൊടുക്കണമെന്ന് പറയാം. കണ്ടോമ്മേ, ഞാൻ പറഞ്ഞില്ലേ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ എതിർക്കും. എന്താ പറയണേ, അച്ഛൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ശാരി പറഞ്ഞ്, ശരിയാ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, രൂപേനയും കൂടെ വിളിക്കണം, രൂപേനയും കൂടെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. പെട്ടെന്ന് രാഹുൽ ചോദിച്ചു, രൂപേനെ എന്തിനാ വിളിക്കുന്നേ? രൂപയും കൂടെ വരട്ടെ, ആങ്ങളുടെ വിശേഷങ്ങൾ അറിയണ്ടേന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് മനോഹർ ആലോചിച്ചു,
അമ്മ അച്ഛന്റെ തല തല്ലി പൊളിക്കണമെങ്കിൽ അമ്മ ഒരു പക്ഷേ സരുവിനെ കുറിച്ചുള്ള ആ സത്യങ്ങൾ അറിഞ്ഞു കാണും. ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഈ ദേഷ്യത്തിന് പിന്നില്. പിന്നീട് ശാരി പറഞ്ഞു, ഇങ്ങനെ തല തല്ലിപ്പൊളിക്കുകയല്ലായിരുന്നു മോനെ ചെയ്യേണ്ടത്, ഇങ്ങനെ കൊല്ലുവാൻ ചെയ്യണ്ടേ. ഇത്രയും കാലം എന്തൊക്കെ കള്ളത്തരാ പറഞ്ഞുകൊണ്ടിരുന്നേ. എന്റെ മനുമോനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേ. ഞാൻ ക്ഷമിച്ചില്ലേ, ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഇങ്ങനെ എന്തേലും കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊന്നു കുഴിച്ചു മൂടുവോളെന്ന് പറയാം. വേണ്ടമ്മേ, അമ്മ സമാധാനപ്പെട്. നമുക്ക് അച്ഛനെ നല്ലൊരു ഹോസ്പിറ്റൽ ഒന്നുകൂടെ കാണിക്കാന്ന് പറയാണ്. രാഹുലിന് ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. അതേടാ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിന്നെയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ. ഇപ്പം ശാരിയോട് പറഞ്ഞു, ശാരി നീ ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ വിശ്വസിച്ചാല്? ദേ ഒരക്ഷരം പോലും ഇനി മരുമോനെ കുറിച്ച് പറയരുത്. പറഞ്ഞിട്ടുണ്ട് ഈ കിടക്കുന്ന കിടപ്പിൽ നിങ്ങളുടെ തലമുട്ട് ഒന്നുകൂടെ ഞാൻ തല്ലിപ്പൊളിക്കുമെന്ന് പറയാം. രാഹുലിന് തോന്നി ഇവളത് പറയുക മാത്രമല്ല ചിലപ്പോ ചെയ്യാനും വഴിയുണ്ട്. പിന്നീട് കിരണിന്റെ ഫോണിലേക്ക് ആ കോൾ എത്താണ്. മനോഹർ വിളിച്ചിട്ട് രാഹുലിന്റെ തല പൊട്ടിയ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കിരണിന് ഒരു കാര്യം മനസ്സിലായി. ആന്റി ഇനിയിപ്പോ വെറുതെ ഇരിക്കില്ല. ആന്റി തല തല്ലി പൊടിച്ചിട്ടുണ്ട്. നേരെ കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. കല്യാണിയുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. എല്ലാം കേട്ടപ്പോ കല്യാണി പറഞ്ഞു, ഇനിയിപ്പോ പ്രശ്നമാവൂല കിരണേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ, വരുന്നു അങ്ങോട്ട് അനുഭവിക്കുക അവര്. ഇത്രയും കാലം ദുഷ്ടത്തരങ്ങൾ ചെയ്തതല്ലേ. ആന്റി ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. ഇനി രാഹുലങ്ങളുടെ കാര്യം ആന്റി നോക്കിക്കോളും. ആ കാര്യത്തെ നമുക്ക് പേടി വേണ്ടെന്ന് പറയാം. പക്ഷെ എന്നാലും ഇല്ല കല്യാണി എന്ന് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ രൂപേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. രൂപേനെ കണ്ടു കഴിഞ്ഞപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, ഞാൻ ഞാൻ കൊടുക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ഇതല്ല, ഇത്രയും കാലം എന്നെയും ചന്ദ്രേട്ടനെയും തമ്മില് അകറ്റി നിർത്തിയതല്ലേ. അയാൾക്ക് കിട്ടേണ്ടത് എന്റെ ആങ്ങളെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൊല്ലേണ്ടതായിരുന്നു. ഇപ്പോഴെങ്കിലും ഏട്ടത്തേക്ക് ഇങ്ങനെ നല്ല കാര്യം ചെയ്യാൻ തോന്നിയില്ലോ. പക്ഷെ ഇതിനി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പെട്ടെന്ന് കല്യാണി വെച്ചു, ഒരു പക്ഷേങ്കില് ഇനിയിപ്പം രാഹുൽ എന്ന് പറയുന്ന അയാൾ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യങ്ങളൊക്കെ ആന്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. രൂപ ശരിയാ, കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. പക്ഷേങ്കിൽ ഇനിയിപ്പോ എന്തൊക്കെ ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഏട്ടത്തിയുടെ മനസ്സിൽ സരയുവിനെ കുറിച്ചുള്ള ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി ഏട്ടത്തി വെറുതെ ഇരിക്കില്ല എന്ന് പറയാം. കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവിടെ വരുമ്പോൾ പോകാം. പോയില്ലെങ്കിൽ ഇനിയിപ്പോ ഇനിയിപ്പോ സംശയം തോന്നിയാലെന്ന് ചോദിക്കാം. കല്യാണി പറഞ്ഞ ശരിയാ, അമ്മ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയണം. പിന്നീട് സരയു നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയിട്ട് സരയുവിന് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തിനായിരിക്കും പോലും അച്ഛന്റെ തല അമ്മ തല്ലിപ്പൊളിച്ചത്. എന്തേലും കാരണമില്ലാതെ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോഹർ വരുന്നത്. മനോഹർ വന്നപ്പോ ചോദിച്ചു, അല്ല മനുവേട്ട, ഹോസ്പിറ്റലിൽ പോയായിരുന്നു മോളു. എന്ത് ചെയ്യാനാ, അച്ഛന്റെ സ്ഥിതി കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. പക്ഷേ എങ്കിലേ അമ്മേനെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ അതുപോലത്തെ പരിപാടിയായിരിക്കും കാണിച്ചേ. ഏയ് ഇല്ല മനുവേട്ട, എനിക്കറിയത്തില്ല. അമ്മയ്ക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ട്. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല, കഴുത്തിന് കുത്തിപ്പിടിക്കാൻ വഴിയില്ല. പക്ഷെ അമ്മ എന്തൊക്കെയോ കള്ളത്തരം മറച്ചു വെക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഈയിടെ എന്തോ ഒരു നല്ല വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പുറത്തു പോയതിന് വന്നതിന് ശേഷം അമ്മയ്ക്ക് ഈ മാറ്റം ഞാൻ കാണുന്നേ. എന്താ കാര്യം എന്നറിയില്ല. എങ്ങനെയാലും കണ്ടുപിടിക്കണം. എനിക്ക് തോന്നി ഇനിയിപ്പം അവരെ കുറിച്ചുള്ള രൂപാന്റിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഇത്. അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയാ. പെട്ടെന്ന് മനോഹർ പറഞ്ഞു, എന്ത് കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. മോളു ഈ സമയത്ത് വിഷമിക്കണ്ട. വലിയൊരു കുഞ്ഞുള്ളതല്ലേ. എന്താ മനുവേട്ടാ, എനിക്കൊരു സമാധാനം എന്ന് പറയുന്ന കാര്യമില്ലെന്ന് ഓർത്തു നോക്കിയേ. അച്ഛൻ ഇങ്ങനെ, അമ്മ ഇങ്ങനെ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം. എനിക്ക് ഈ നരകജീവിതം മടുത്തു. അമേരിക്കയിലാണ്, പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്കും തന്നെ പോയാൽ മതി. ആകെപ്പാടെ വിഷമത്തില്ല ഞാൻ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ തോന്നുന്നേ. മനോഹർ പറഞ്ഞു, എന്റെ മോളൂനോ ഒന്നുമില്ലെന്നേ. ഈ മനുവേട്ടനുള്ള പിന്നെ മോളും എന്തിനാ വിഷമിക്കണേ. ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഈ സമയത്ത് മനോഹറിന്റെ മനസ്സിലുണ്ടായിരുന്നേ, എത്രയും പെട്ടെന്ന് കിട്ടാവുന്ന മേടിച്ച് എനിക്ക് ഇവിടുന്ന് മുങ്ങണം. എനിക്ക് വേറൊരു പെണ്ണ് സെറ്റായിട്ടുണ്ട്. കോടികളുടെ ആസ്തിയുള്ള നിന്നെപ്പോലെയൊന്നും അല്ല. എത്രയും പെട്ടെന്ന് അവളെ സെറ്റായിട്ട് ഇവിടുന്ന് മുങ്ങണമെന്നുള്ള ചിന്തയായിരുന്നു മനോഹറിന്റെ ഉള്ളിലുണ്ടാകുന്നത്. സരുവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. സരുവിന്റെ വിശ്വാസം മനോഹർ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കക്ക് കൊണ്ടുപോകും എന്നൊരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നീട് പ്രകാശൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് ഭാനുമതിയമ്മ അങ്ങോട്ട് വന്നേ. ഭാനുമതിയമ്മ ചോദിച്ചു, അല്ല ഞാൻ ഇന്നോട്ട് ജോലിക്ക് പോയാലോന്ന് ഓർക്കോ പ്രകാശ. അല്ലമ്മ, അമ്മേനെ കൊണ്ട് പറ്റുമോ? പോകാതെ എന്ന് എന്ത് ചെയ്യാനാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഇനിയിപ്പോ വയ്യെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം പാത്രം തേച്ച് ചോറും കറിയൊക്കെ വെച്ചാൽ മതിയെങ്കിൽ പൈസ കിട്ടൂല, കഴിക്കാനുള്ള ഫുഡും കിട്ടും. പിന്നെന്തിനാന്ന് ചോദിക്കുക. എന്നാലും വയ്യാത്ത സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ. അതൊക്കെ ശരി തന്നെ പ്രകാശ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. എന്റെ വിധി ഇതാണെങ്കിൽ ഞാൻ അനുഭവിച്ചു തന്നെയേ മതിയാകുള്ളൂ. പിന്നീട് ഭാനുമതിയമ്മ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പ്രകാശന് വല്ലാത്തൊരു വിഷമമായി. പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇതിനകത്ത് തന്നെ അടച്ചു കിട്ടിയിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെയാലും എന്തേലും ഒരു ജോലി കിട്ടുമോ നോക്കണം.
ഭാനുമതി അമ്മ പോയ സക്കം നോക്കി പ്രകാശൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അറിയണമല്ലോ. അത് മാത്രമല്ല, കല്യാണിനെ തകർക്കണം. ഇനി ഏക ലക്ഷ്യം അതാണ്. എത്ര രൂപ വേണേലും സരയു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണികളും കൂടെ ചെയ്യണം. തന്റെ മോനെ എങ്ങനെയും ജയിലിൽ നിന്ന് ഇറക്കണം. അവൻ ഇറങ്ങിയാലും ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ വക്കീൽ ഫീസ് കൊടുക്കണം. അങ്ങനെ നൂറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് സരുവിനെ കാണാൻ ഓർത്തോണ്ട് നേരെ സരുവിനെ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ വരുന്ന വഴിക്കാണ് ഒരു കാർ അവിടെ കിടക്കുന്നുണ്ട്. കാറിനകത്തുനിന്നൊരു സ്ത്രീ അയാൾ പ്രകാശനെ തന്നെ നോക്കുന്നുണ്ട്. പിന്നീട് ഫോൺ എടുത്തിട്ട് തന്റെ ഫോണിലുള്ള ഫോട്ടോയും പ്രകാശിന്റെ ഫോട്ടോയും തമ്മിൽ ഒത്തു നോക്കുന്നുണ്ട്. ശരിയാ, ഇത് തന്നെ അയാള്. അങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുവാണ്. അപ്പൊ അത് ആരാണ് എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ പ്രകാശനെ തകർക്കാൻ വന്നതായിരിക്കും. പ്രകാശിനെ വീണ്ടും കല്യാണിക്ക് നേരെ തിരിയുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രകാശിനെ നേർവഴിക്ക് നടത്താൻ വന്നതാണോ, അതോ ഇനിയിപ്പോ കല്യാണിയുടെ ശത്രുവാണോ, കല്യാണിയും കിരണയും തകർക്കാൻ വന്നതാണെന്ന് അറിയില്ല. ഒരു കാര്യം ഉറപ്പാ, ഇനി അവര് വരുന്ന പുതിയ എന്തേലും കാര്യങ്ങളുമായിട്ടായിരിക്കും. ഇനിയിപ്പം നമ്മൾ ഇത്രയും നാളും കണ്ട വിശേഷങ്ങളൊന്നും ആയിരിക്കില്ല കാണാൻ പോകുന്നത്. ഇനിയിപ്പം മറ്റൊരു കഥയും കൂടെ കൂടിയായിരിക്കും. പുതിയൊരു അതിഥിയും കൂടെ വരുമല്ലേ. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ആരാ എന്താന്നൊക്കെ അറിയണ്ടേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.